എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളൊരു CPOയുമായി ബന്ധപ്പെട്ട് സിവിൽ പോലീസ് ഓഫീസറുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റാങ്ക് ലിസ്റ്റ്, വേക്കൻസി, അതിൻ്റെ നിയമനം, മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ പേർ ചോദിച്ച ഒരു പോസ്റ്റായിരുന്നു കേരള ബാങ്ക് OA. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്കായി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നു. നിങ്ങളുടെ അറിവിലേക്ക് കുറച്ചധികം പുതിയ കാര്യങ്ങളെങ്കിലും കേരള ബാങ്ക് OAയുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 065/2024 കാറ്റഗറി നമ്പറിൽ വരുന്നൊരു പോസ്റ്റാണ് കേരള ബാങ്ക് OA. ഇതിൽ കേരള ബാങ്കിന് കീഴിൽ വരുന്ന മുഴുവൻ ഓഫീസർ തസ്തികകളും PSCക്ക് വിട്ടിട്ടില്ല. കേരള ബാങ്കിന് കീഴിൽ വരുന്ന 60% വരുന്ന ഓഫീസറിൻ്റെ പോസ്റ്റുകളാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി വിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ PSCക്ക് വേണ്ടി വിട്ടിട്ടുള്ളത്. ബാക്കി വരുന്ന 40% തസ്തികകൾ കോണ്ടിജൻറ്റ് സ്റ്റാഫിന് വേണ്ടി മാറ്റിവച്ചിട്ടുള്ളവയാണ്. ഈയൊരു തസ്തികയിലേക്ക് അപേക്ഷ അയച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 2,49,229 ഇതൊരു സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു നമ്പർ അപേക്ഷകർ ഈ ഒരു പോസ്റ്റിന് വന്നിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ഇത് കൺഫർമേഷന് മുന്നേ ഉള്ളൊരു നമ്പറാണ്. എക്സാം കണ്ടക്ട് പെടുന്നതിന് മുന്നേ ഉള്ളൊരു നമ്പറാണ്. ഇത് ആഫ്റ്റർ കൺഫർമേഷന് ശേഷവും പരീക്ഷയ്ക്ക് ശേഷവും ഈ നമ്പർ നല്ല രീതിയിൽ ചുരുങ്ങും. വളരെ കുറച്ച് പേരെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു സത്യമാണ്. ഉറപ്പായും നിങ്ങൾ നല്ല രീതിയിൽ ഒരു പഠനം കാഴ്ചവെക്കുകയും ഒരു എക്സാം മാറ്റിവെക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുവാനും നല്ലൊരു ജോലി കരസ്ഥമാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഇതിൻ്റെ കൺഫർമേഷൻ ആരംഭിച്ചിട്ടുണ്ട്. കൺഫർമേഷൻ്റെ അവസാന തീയതി ഓഗസ്റ്റ് 11 അർദ്ധരാത്രി 12 മണി വരെയാണ്. ഒരിക്കലും അവസാനത്തേക്ക് വയ്ക്കാതെ തുടക്കത്തിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇതിൻ്റെ എക്സാം ഡേറ്റ് വരുന്നത് 2024 ഒക്ടോബർ 26 എന്ന് വെച്ചാൽ ഇനി നിങ്ങൾ കൈയും തലയും മുറുക്കി ഇറങ്ങിയുകയാണെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി രണ്ടും കൽപ്പിച്ച് നിങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേരള ബാങ്ക് OA എന്ന തസ്തിക. കാര്യം ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. വേരിയസ് LGSന് എന്താണോ പരാമർശിക്കുന്ന സിലബസിൽ അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. 100 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാകും. അതിൽ 40 മാർക്കോളം പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 20 മാർക്കോളം ആനുകാലിക ചോദ്യങ്ങൾ, 10 മാർക്കോളം വരുന്ന സയൻസ് ചോദ്യങ്ങൾ, 10 മാർക്കോളം വരുന്ന പൊതുജനാരോഗ്യ ചോദ്യങ്ങളും പ്ലസ് 20 മാർക്കിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളും ഉൾപ്പെടെ 100 ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സ് ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് പൂർണ്ണമായും നിങ്ങൾക്ക് ഉൾക്കൊണ്ട് പൂർണ്ണമായും നിങ്ങൾക്ക് അത് മുതലെടുക്കാൻ സാധിക്കണം. കാര്യം ഈ ഒരു തസ്തികയിൽ അപേക്ഷിച്ചിട്ടുള്ളവർ ഉറപ്പായും വേരിയസ് LGSനും അപേക്ഷിച്ചിട്ടുള്ളവർ ആയിരിക്കും. അപ്പം ഒരു വെടിക്ക് 2 പക്ഷിയാണ്. ഈ സിലബസ് കൃത്യമായും സംഗ്രഹിക്കുന്നത് വഴി നിങ്ങൾക്ക് 2 പോസ്റ്റിലേക്കാണ് മാറ്റിവയ്ക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു പോസ്റ്റിൽ നിങ്ങൾ പിന്നിലേക്ക് പോയാൽ പോലും ഒന്നിൽ ഉറപ്പായി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ 2 പോസ്റ്റും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആശംസിക്കുന്നു. അത്തരത്തിലൊരു ഒരു മത്സരം നിങ്ങൾക്ക് 2 പോസ്റ്റിലും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഇതിൻ്റെ ഒഴിവാണ്. നിലവിൽ 125ഓളം ഒഴിവാണ് വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരു എക്സാം കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടില്ല, റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല. അതിനു മുന്നേ വെബ്സൈറ്റിൽ 125ഓളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഈ തസ്തികയ്ക്കുണ്ടെങ്കിൽ അത്രത്തോളം നിയമനം നടക്കുന്ന പോസ്റ്റായി ഇത് ഭാവിയിൽ മാറാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണിത്. ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ 100ന് പുറത്ത് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം, ആദ്യമായി നടക്കുന്ന നിയമന സാഹചര്യം, ഇതൊക്കെ കണക്കിലെടുത്ത് അത്രത്തോളം നിയമനം വരാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ്, അത്രത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ സാധ്യതയുള്ള പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിലൊരു കോമ്പറ്റീഷൻ കാഴ്ചവയ്ക്കുക, ലിസ്റ്റിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക, ജോലി ഉറപ്പാക്കുക എന്നാണ് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട്, ഒഴിവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യമാണ് പ്രൊബേഷൻ കാലാവധി. പ്രൊബേഷൻ കാലാവധി വേരിയസ് LGS പോലെ തന്നെ 1 വർഷമാണ് ഇതിൻ്റെയും പ്രൊബേഷൻ കാലാവധി. ഇനി നിങ്ങളുടെ അറിവിലേക്കായി 2 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുവാനുള്ളത്. മറ്റുള്ളവരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള
വീഡിയോയിൽ നിന്ന് 2 കാര്യങ്ങളാണ് എനിക്ക് ജനറലായി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുവാനുള്ളത്, നിങ്ങളുടെ അറിവിലേക്ക് വയ്ക്കുവാനുള്ളത്. അതായത്, ഈ ഒരു തസ്തികയിൽ നിങ്ങൾ കോമ്പീറ്റ് ചെയ്ത് നിങ്ങൾ ജോലി ഉറപ്പാക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവിടെ വച്ച് നിങ്ങളുടെ പഠനം മതിയാക്കരുത്. ഈ തസ്തികയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ തസ്തിക ലഭിച്ചതിന് ശേഷം JDC എന്ന് പറഞ്ഞൊരു കോഴ്സ് കേരള കോപ്പറേറ്റീവ് കോളേജിന് കീഴിൽ നടത്തുന്നുണ്ട്. ജൂനിയർ ഡിപ്ലോമ കോഴ്സ് എന്നാണ് അതിൻ്റെ വിപുലീകരണം, JDC കോഴ്സ്. ഈ ഒരു തസ്തികയിലേക്ക് ജോലി ലഭിച്ചതിന് ശേഷം ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, JDC എന്നുള്ള കോഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലർക്ക് കാഷ്യർ പോസ്റ്റ് തസ്തികയിലേക്ക്, അതായത് നിങ്ങളുടെ അടുത്ത ഘട്ട നിങ്ങളുടെ പ്രൊമോഷൻ തസ്തികയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ്. അതിൻ്റെ പേരാണ് ക്ലർക്ക് കാഷ്യർ തസ്തിക. അതിൻ്റെ വിജ്ഞാനവും ഈ ഒരു കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിലേക്ക് എക്സാം, ഒരു ജനറൽ റിക്രൂട്ട്മെൻറ്റ് പങ്കെടുക്കാതെ പ്രൊമോഷൻ തസ്തികയിലൂടെ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഒരു തസ്തികയിൽ ജോലിയിലിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു കോഴ്സ് പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളത്. ഉറപ്പായും സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഉറപ്പായും നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരമുണ്ട്. നിങ്ങൾ ഈ ഒരു തസ്തികയിൽ ജോലിയിലേക്ക് എത്തപ്പെടുകയും ഒരു ഡിഗ്രി ഇല്ലാത്ത ഒരാളുമാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾ ജൂനിയർ ഡിപ്ലോമ കോഴ്സിന് തസ്തിക പഠിക്കുകയും ഇതിൻ്റെ അടുത്ത ഘട്ട പ്രൊമോഷനായ ക്ലർക്ക് കേസിലേക്ക് എത്തുവാനും നിങ്ങൾ ശ്രമിക്കണം. അത്രയും വലിയൊരു ജോലി സാധ്യതയുള്ള വിശാലമായൊരു തൊഴിലവസരം തുറന്നിട്ടിരിക്കുന്ന ഒരു സെക്ടർ കൂടിയാണ് കേരള ബാങ്ക് എന്നുള്ളത്. ഉറപ്പായും ഇത്തരത്തിലൊരു JDC പോലൊരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ ക്ലർക്ക് കേസിൽ എന്ന തസ്തികയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അത് വലിയൊരു വിശാലമായൊരു ലോകമാണ് നിങ്ങൾക്ക് തുറന്നിടുന്നത്. അതും ഉറപ്പായും നിങ്ങൾ മുതലാക്കാൻ ശ്രമിക്കുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ പറഞ്ഞു. സർവീസിലുള്ളവർക്ക് പോലും OAക്ക് വേണ്ടി, അല്ലെങ്കിൽ OA അടുത്ത ഘട്ട പ്രൊമോഷനായ JDCക്ക് ജൂനിയർ ഡിപ്ലോമ കോഴ്സിന് പഠിക്കുവാനും ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് എത്തുവാനും സാധിക്കും. ഇനി നിങ്ങൾ ഈ OA, ഇപ്പം ഞാൻ പറഞ്ഞു LGS ഇല്ലാത്തവരാണെങ്കിൽ, നിങ്ങൾ ഈ ഒരു തസ്തികയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് LGS ഇല്ല. ഉറപ്പായും നിങ്ങൾ തസ്തികയിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡിഗ്രി ക്വാളിഫൈ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായാൽ, അതായത് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് LGS ഇല്ല, മറിച്ച് പിന്നീട് നിങ്ങൾ ജോലി കിട്ടുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡിഗ്രി ക്വാളിഫൈ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി എങ്കിൽ എനിക്ക് പഠിക്കുവാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവാം. സ്വാഭാവികം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫൈ ആവുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് JDC അല്ല, നിങ്ങൾ പഠിക്കേണ്ടത് HDC ആണ്. ഹയർ ഡിപ്ലോമ കോഴ്സ് എന്ന തസ്തിക എന്ന കോഴ്സ് നിങ്ങൾക്ക് പഠിക്കുകയും ക്ലർക്ക് കാഷ്യർ എന്ന തസ്തികയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും. നിങ്ങൾക്ക് LGSൽ ഡിഗ്രി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കോഴ്സിൻ്റെ പേര് JDC. നിങ്ങൾ ഈ തസ്തികയിൽ ജോലി ലഭിക്കുകയും നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഹയർ ഡിപ്ലോമ കോഴ്സ് HDC എന്ന തസ്തിക പഠിക്കുകയും ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് സ്ഥാനം കയറ്റം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഈ ഒരു വലിയ അവസരം നിങ്ങൾ മുതലെടുക്കുക തന്നെ വേണം. ഉറപ്പായും മുതലെടുക്കുന്ന സാഹചര്യം ഉണ്ടാവണം. ഇനി ഇതുപോലെ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ് മറ്റൊരു വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അടുത്ത ഏറ്റവും വലിയൊരു വ്യത്യസ്തമായ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഒന്ന്, ഈ HDC JDC കോഴ്സുകൾ സമാനമായ തസ്തികയിൽ ഇരുന്നത് കൊണ്ട് തന്നെ പഠിക്കാം, ഹയർ പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നതൊന്ന്. 2, ഇതിൻ്റെ പേ സ്കെയിലാണ്. ഞാൻ അത് ഇതുവരെയും പറഞ്ഞിട്ടില്ല, അത് ഇപ്പോൾ പറയുന്നു. ഉറപ്പായും നിങ്ങൾ എന്തുകൊണ്ട് ഈ ജോലിയിൽ എത്തണം എന്നതിൻ്റെ പ്രധാന പ്രത്യേകത ഇത് തന്നെയാണ്. പേ സ്കെയിൽ 16,500 44,050 രൂപയാണ് ഇതിൻ്റെ പേ സ്കെയിൽ. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും എന്നോട് ചോദിക്കും, അയ്യോ ഇത് വേരിയസ് LGSൻ്റെ പേ സ്കെയിലിനേക്കാളും കുറവാണല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ പേ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞു വയ്ക്കുവാൻ കാരണം എന്നൊക്കെ ചോദിക്കാം. കാര്യം, വേരിയസ് LGSൻ്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് 23,000 ആണ്. ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് 16,500 ആണ്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവാം, ഇത്ര ഹൈലൈറ്റ് എന്തിനു കൊടുക്കുന്നു പേ സ്കെയിലിൽ എന്ന്. നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ശമ്പളം തന്നെയാണ് സാർ ഇവൻ്റെ മെയിൻ കാര്യം. ഇതിൻ്റെ ബേസിക് 16,500 ആണെങ്കിലും ഇതിൻ്റെ DA എന്ന് പറയുന്നത് 76%. ബേസിക്കിൻ്റെ 76% ഇതിൻ്റെ DA ആയി വരുന്നത്. അതായത് 12,540 രൂപ DA കാറ്റഗറിയിൽ നിങ്ങൾക്ക് ശമ്പളത്തിനോട് ആഡ് ചെയ്യപ്പെടും. പിന്നെ HRA 1,650, ബേസിക്കിൻ്റെ 10%. മൊത്തം
ഒരു കേരള ബാങ്ക് തസ്തികയിൽ OA ആയി നിയമനം ലഭിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ആദ്യ മാസം അവൻ്റെ അക്കൗണ്ടിലേക്ക് വീഴുന്ന ശമ്പളത്തിൻ്റെ തുക എന്ന് പറയുന്നത് 30,690 രൂപ. നിങ്ങൾ മനസ്സിലാക്കണം, LGSൻ്റെ ബേസിക്ക്, വേരിയസ് LGSൻ്റെ ബേസിക്ക് 23,000 ആണെങ്കിലും 7,000 രൂപ ബേസിക്കിൽ കുറവാണ് എങ്കിലും അതിൻ്റെ DA എന്ന് പറയുന്നത് 9%. കേരള സർക്കാരിന് കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ DA എന്ന് പറയുന്നത് 9%. അതുകൊണ്ട് തന്നെ ഒരു കേരള സർക്കാർ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് LGSൽ ലഭിക്കുന്ന പേ സ്കെയിൽ എന്ന് പറയുന്നത് അന്തിമ പേ സ്കെയിൽ, നിങ്ങളൊരു വേരിയസ് LGS ആയി ഡിപ്പാർട്ട്മെൻറ്റിൽ കയറുകയാണെങ്കിൽ ആദ്യ മാസം നിങ്ങൾ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഏകദേശം 27,000 രൂപയാണ്. അതേസമയം നിങ്ങൾ ഇവിടെയാണ് കയറുന്നതെങ്കിൽ, കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡിൽ ആണ് നിങ്ങൾ ജോലിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ ആദ്യ മാസം 30,690 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ഏകദേശം ഒരു 3,690 രൂപയോളം ആദ്യ മാസം തന്നെ വ്യത്യാസം തമ്മിലുണ്ടാവും എന്നത് ഒരു ചിന്തിക്കേണ്ടതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പേ സ്കെയിലും അത്രത്തോളം പ്രൊമോഷൻ സാധ്യതയുമുള്ളൊരു പോസ്റ്റാണ് കേരള ബാങ്ക് OA. ഒരിക്കലും തള്ളിക്കളയാനോ വിട്ടുകളയാനോ പാടില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ അറിവിലേക്കൊരു കാര്യം പറയാം, ഇതൊരു OAക്ക് 76% DA ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു വെച്ചു. പിന്നെ എന്തിനാണ് അത് വിട്ടിട്ട് LD ക്ലർക്ക് കാഷ്യറിലേക്ക് നമ്മൾ പ്രൊമോഷൻ തസ്തിക അല്ലെങ്കിൽ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി JDCയോ HDCയോ പഠിച്ചു പോകേണ്ട സാഹചര്യം എന്താണ്? ഇവിടെ നിന്നാൽ പോരെ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ, ഉറപ്പായും ഈ 76% DA അത് ക്ലർക്ക് കാഷ്യറിനുമുണ്ട്, കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലുമുണ്ട്. ഈ 3 പോസ്റ്റുകളിലും DA 76% തന്നെയാണ്. അതുകൊണ്ട് ക്ലർക്ക് കാഷ്യറിലേക്കും ഓഫീസ് അറ്റൻഡിലേക്കും എല്ലാം എത്രയും പെട്ടെന്ന് പഠിച്ച് എത്രയും പെട്ടെന്ന് എത്താൻ നിങ്ങൾ ശ്രമിക്കുക. അത്രത്തോളം നല്ലൊരു പോസ്റ്റാണ്. പ്രൊമോഷൻ തസ്തികയിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ പേ സ്കെയിലും നല്ലൊരു പേ സ്കെയിലാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ ഈ കാണിച്ചിരുന്ന PDF കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസിലെ കാറ്റഗറി നമ്പർ 18 പ്രകാരമാണ് ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഇതാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിച്ചത്. കാറ്റഗറി നമ്പർ 18 കേരള ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് റൂൾസിലെ കാറ്റഗറി നമ്പർ 18-ലാണ് ഓഫീസ് അറ്റൻഡ് തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ എത്തിച്ചിരിക്കുന്നത്. അപ്പം ഉറപ്പായും ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കുവാൻ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഉറപ്പായും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.